ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിക്രവും വേദയും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീനാണ് കേട്ടോ. റൊമാൻറ്റിക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അടിപിടി കൂടുന്ന ഒരു സീനാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം എപ്പിസോഡിന് ശേഷമുള്ളതാണ്. ഇന്നാണെങ്കിൽ വിക്രത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് വേദ. അപ്പോൾ ആ ഭക്ഷണം തട്ടിമറിച്ച് കളയാണ് ചെയ്യുന്നത് വിക്രം. എന്നാൽ അതേസമയം വേദ ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം വേദ പോലും കാണാതെ നല്ല ആസ്വദിച്ച് കട്ട് തിന്നുന്നുണ്ട് വിക്രം. അത് കണ്ടുകൊണ്ട് വരുന്ന വേദ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രവും വേദയും തമ്മിൽ പൊരിഞ്ഞ അടിയൊക്കെ തന്നെയാണ് കേട്ടോ. വിക്രത്തിൻ്റെ മനസ്സിലെപ്പോഴും വേദയോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. വേദയ്ക്കാണെങ്കിൽ വിക്രത്തിനെ എങ്ങനെയെങ്കിലും നേരെയാക്കിയെടുത്ത് കുടുംബത്തിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹവും. അങ്ങനെ വിക്രവും വേദയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയും സ്നേഹവും സ്നേഹപ്രകടനവും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വിക്രത്തിൻ്റെയും വേദയുടെയും താലി പെരുക്കൽ ചടങ്ങൊക്കെ നടത്തുന്നത്. വിക്രം വേദയുടെ കഴുത്തിൽ താലിയൊക്കെ കെട്ടുന്നുണ്ട്. അതിനൊക്കെ ശേഷം രണ്ടുപേരും തമ്മിൽ പിന്നെയും അടിയൊക്കെ ഉണ്ടാവുക. കമലയാണെങ്കിൽ ഒരുപാട് നോക്കുന്നുണ്ട് വിക്രത്തിൻ്റെ സ്വഭാവം ഒന്ന് മാറി വേദയെ സ്നേഹിച്ചു തുടങ്ങാനായിട്ട്. അതേ സമയത്താണ് കേട്ടോ ഒരു സംഭവം ഉണ്ടാകുന്നത്. വിക്രവും വേദയും തന്നിച്ചാകുകയാണ് ഒരു ദിവസം വീട്ടിൽ. ആ വീട് പൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ സുധാകരൻ മാഷും മറ്റുള്ളവരും എല്ലാവരും കൂടി. ഒരു ഫാമിലി ട്രിപ്പ്, ഒരു ദൂരെ യാത്രയ്ക്ക് പോവുകയാണ് അവർ. അപ്പോൾ വിക്രത്തിനെയും വേദയും വിളിക്കണം എന്നൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷേ അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഫോൺ ഓൺ ആകുമ്പോൾ അവരെ വിളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ പോവുകയാണ്. ആദ്യമേ തന്നെ ഇങ്ങനെയാണ് കേട്ടോ. വിക്രവും വേദയും റൂമിലുണ്ട്. അതേസമയം വേദയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം വിക്രത്തിൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ടുമില്ല, അത് പോവുകയും ചെയ്തു. അങ്ങനെയായപ്പം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫോണൊന്ന് തന്നേ, ഒന്ന് കാണിച്ചേ, ദേ കിടക്കുന്ന ഫോൺ, ഇതിൻ്റെ ചാർജൊന്നുമില്ല, ചാർജ് കുത്തിയിടാതെ എന്തായാലും ചാർജ് ആവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വിക്രം അത് മേടിച്ചിട്ട് ഓണാക്കാൻ നോക്കൂ. ഹോ നാശം, നിൻ്റെ ഒരു ഫോൺ നീ പിടിക്ക്, എൻ്റെ ഫോണും അങ്ങനെ ആയല്ലോ, ആരെങ്കിലും ഒന്ന് ഒരു അത്യാവശ്യത്തിന് വിളിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ ചുണ്ടിക്കൂടി നിൽക്കുമ്പം വിക്രത്തിൻ്റെ ദേഷ്യം കാണാൻ വേണ്ടി വേദ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അവരാണ് റൂമിലാണ് താനും. അതേസമയം വീട് പൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സുധാകരൻ മാഷും ബാക്കിയുള്ളവരെല്ലാവരും. പോകാനായിട്ട് എല്ലാം റെഡിയായി സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഒക്കെ നിൽക്കുകയാണ്. ഇനി വിക്രത്തിനോടും വേദിയോടും മാത്രം പറഞ്ഞിട്ട് പോയാൽ മതി അവർക്ക്. അതേസമയം താഴെ നിന്ന് റൂമിലുണ്ടായിരിക്കും അവർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ റൂമിലൊന്ന് ചെന്ന് നോക്ക് എന്ന് പറയുകയാണ് കമല. അപ്പോഴേക്കും അങ്ങോട്ട് പോകാൻ പോകുന്നുണ്ട് വിനയൻ പോകാൻ പോകുമ്പോഴേക്കും ഉടനെ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അവർ ആ റൂമിലുണ്ടെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും അവിടെ ഉള്ളപ്പം എന്തിനാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം വിനായൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം സുധാകരൻ മാഷാണെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുമുണ്ട്. ഇനി ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് താക്കോലും അവരെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവർ കുറേ സമയം വെയിറ്റ് ചെയ്യുമ്പോഴൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രീജയും പറയുന്നുണ്ട്, എന്നാൽ അവരിവിടെ ഇല്ലായിരിക്കും, രണ്ടുപേരും കൂടെ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, വരുമ്പം പുറത്തു പോയിരിക്കായിരിക്കും എന്ന് സുധാകരൻ മാഷ് പറയുക കമലയോട്. അപ്പോൾ കമല പറയുന്നുണ്ട്, എന്നാൽ പോട്ടെ, അപ്പം ട്രെയിനിനുള്ള സമയമായി, ഇനിയിപ്പോൾ ഇവരെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ട്രെയിൻ അങ്ങ് പോകുമെന്ന് വിനായകൻ പറയുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, എന്നാൽ ശരി നമുക്കങ്ങ് പോകാം, പോകുമ്പം വിളിക്കുക, ഇടയ്ക്ക് താക്കോല് പൂട്ടിയിട്ട് വെളിയിൽ വെച്ചേക്കാം, അപ്പോൾ അവർ വന്ന് തുറന്നകത്ത് കയറിക്കോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും റൂമിൻ്റെ അകത്തുണ്ടെന്നൊന്നും അറിയാതെ വീട് ഫുള്ള് പൂട്ടി താക്കോല് വെളിയിൽ വച്ചിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇവർ അകത്താണ്. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവരെ വിളിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് സുധാകരൻ മാഷ്. ഇവരെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അതേസമയം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർ രണ്ടുപേരും മാത്രം വെളിയിലേക്ക് ഇറങ്ങി വരാൻ പോവും. അപ്പം വിക്രം പറയുന്നുണ്ട്, വീടൊക്കെ പൂട്ടി എല്ലാവരും പോയോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മളിതിൻ്റെ അകത്ത് അകപ്പെട്ടു പോയല്ലോ, ഇന്നിനി അവർ വരികയില്ല, നാളെ വരുള്ളൂ, ഇനി എന്താ ചെയ്യുക, ഒരു ദിവസം ഫുൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ജീവിക്കും? അപ്പോൾ വേദ പറയുക, കൊള്ളാമല്ലോ, നല്ല കാര്യമായല്ലോ, ഏതായാലും നമ്മൾ രണ്ടുപേരും
മാത്രം ഒരു ദിവസം ഈ വീട്ടിൽ ഒന്ന് അടിച്ച് പൊളിക്കണം എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എടി നിന്നെപ്പോലെ ഒരു ദുരന്തത്തിൻ്റെ കൂടെ എങ്ങനെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഈ വീടിൻ്റെ അകത്ത് കഴിച്ചു കൂട്ടുന്നത്, എനിക്കത് ഓർക്കാനേ വയ്യാന്ന് പറയാം. എന്നിട്ട് വിളിക്കുകയാണ് സുധാരൻ മാഷിനെ കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളെവിടെയാ, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയിരിക്കുകയായിരുന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അല്ല, ഞങ്ങൾ രണ്ടുപേരും റൂമിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അവർ പറയും, അയ്യോ ഞങ്ങൾ ട്രെയിനിലാണല്ലോ, വീട് പൂട്ടിയിട്ടാണെങ്കിൽ അത് വെളിയിൽ വച്ചിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ അവരും പറയുന്നുണ്ട്. അങ്ങനെ അവർ മുറിയിൽ ഒറ്റപ്പെട്ടു പോവാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. വിക്രാണെങ്കിൽ ഒരു ചായയൊക്കെ ഇടാൻ പോകുന്നുണ്ട്. ചായ ഇട്ട് ഒക്കെ കഴിയുമ്പോഴേക്കും അത് കഴിയുമ്പോൾ പിന്നെ പറയും ഫുഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ പോവുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം, ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ മേലേന്ന് ചോദിക്കുക. നീ ഒന്നും വെക്കണ്ട, നിന്നോടൊന്നും വെക്കേണ്ടെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുമല്ല നീ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാ, എന്നാൽ ശരി ഉണ്ടാക്കിക്കോ, ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ അതേസമയം കുറച്ച് എന്തൊക്കെയോ അരിഞ്ഞു കൂട്ടി സാമ്പാറോ അരിയും എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് അടച്ചിട്ട് ഒരു വിധത്തിൽ ഗ്യാസൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ച് വെക്കുമ്പോഴേക്കും വിക്രത്തിനോട് വന്നിട്ട് വേദ ചോദിക്കുക, ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നേ, ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നത്, ബിരിയാണിയാണോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും വിക്രം പെട്ടെന്നത്, എടി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിൻ്റെ ഒരു നാക്ക് എന്നും പറഞ്ഞ് അതെടുത്ത് പൊക്കുമ്പം ആ സാധനത്തിൻ്റെ പിടി അങ്ങ് പറഞ്ഞു പോയിട്ട് കുക്കറും സാധനവും എല്ലാം കൂടെ താഴേക്ക് വീഴുകയാണ്. അപ്പോഴേക്കും വേദ അയ്യോ താഴെ പോയല്ലോ എന്ന് പറഞ്ഞ് ആ സ്റ്റൗ ഒക്കെ അങ്ങ് നിർത്തുക. എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, അയ്യോ കാലിലെങ്ങാൻ വീണോ, കാല് പൊള്ളിയോ എന്ന് ചോദിക്കുക. അപ്പം വിക്രം പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നിന്റെ കരിനാക്ക്, നിന്റെ കണ്ണ് കാരണം നീ അങ്ങോട്ട് നോക്കിയപ്പോഴേ അത് താഴെ പോയി കിട്ടി, എന്തായാലും ഇന്നത്തെ കാര്യം പോക്കാം, അല്ല ഞാൻ ഉണ്ടാക്കി തരാം എന്തെങ്കിലും, എനിക്ക് നീ ഒന്നും ഉണ്ടാക്കി തരണ്ട എന്ന് പറഞ്ഞ് വിക്രം കയറി അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം വേദയാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് കഴിക്കാൻ വേണ്ടി എടുക്കുക. എന്നിട്ട് വിക്രത്തിനെ വിളിക്കുന്നുണ്ട്, അതെ വേണേ വന്ന് ഫുഡ് കഴിക്കാം, ഞാൻ കുറച്ച് സാമ്പാറും കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ താഴേക്കൊന്ന് ഇറങ്ങി വന്ന് ഈ ഫുഡൊന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എടി നിൻ്റെ ഫുഡ് വേണ്ട. അപ്പം പറയാ, പിന്നെ ഇന്ന് വിശക്കുകയല്ലേ, ഇന്നൊരു ദിവസം അച്ഛനും അമ്മയൊന്നും വരികയില്ല, നാളെ നേരം വെളുത്ത് എപ്പോഴാണ് അവർ വരുന്നതെന്ന് അറിയില്ല, അതുവരെ ഒന്നും കഴിക്കാതെ ഇരിക്കാൻ പറ്റുമോ, വാ നിങ്ങൾ വന്ന് ഈ ആഹാരം കഴിക്കുക, എനിക്ക് നിൻ്റെ ആഹാരം വേണ്ട, ഞാൻ കിടന്നുറങ്ങാൻ പോവാ എന്ന് പറയാം. എന്നിട്ട് റൂമിലേക്ക് പോയിട്ട് ബെഡൊക്കെ വിരിച്ച് അവിടെ അങ്ങ് കിടക്കുക. എന്നാൽ വിക്രത്തിന് നല്ല വിശപ്പുണ്ട് കേട്ടോ. അഭിമാനം കാരണം വേദയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനും പറ്റുന്നില്ല. വേദയാണെങ്കിൽ ചോറ്, സാമ്പാർ, തോരൻ, പപ്പടം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിലെടുത്ത് വിക്രത്തിന് അവിടെ താഴെ വച്ചിട്ട് വെള്ളോട്ട് കൊണ്ടുവന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ വേദ പറയാ, ഞാനുണ്ടാക്കിയ ഫുഡാ, എന്ത് രുചിയാണെന്നറിയാവോ, എന്തായാലും ഇത്രയും നല്ല രുചിയാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, ഇത് കണ്ടോ നല്ല സാമ്പാറിലാണെങ്കിലേ ഞാൻ ആ ചെറിയുള്ളി ഇട്ടങ്ങ് കടുക് വറുത്തു, അപ്പോഴേ ചെറിയുള്ളിയുടെ ഉള്ള ആ ടിക് എന്നുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ, എന്തൊരു ടേസ്റ്റാ, നല്ലതായിട്ട് വറുത്തിട്ടു, കായത്തിനാണെങ്കിൽ എന്ത് രുചിയാ, നല്ല ബ്രാൻഡഡ് കായവാ, ചോറുണ്ണാൻ എന്ത് സുഖമാ, നല്ല പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് ഉണ്ണണം എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ഉണ്ണുവാണ് കേട്ടോ. വിക്രാന്നേരം മിണ്ടാതെ അവിടെ ഇരിക്കുക. നാശം, അവളുടെ ഒരു രുചി വർത്താനം, നിനക്കൊന്ന് മിണ്ടാതിരുന്ന് കഴിക്കാവോ എന്ന് ചോദിക്കുക. അങ്ങനെ വേദ അവിടെ റൂമിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഏമ്പൊക്കെ വിട്ടിട്ട് പറയാണ്, ഇനിയൊന്ന് സ്വസ്ഥമായി ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് നിലത്ത് ആ പായൊക്കെ വിരിച്ചങ്ങ് കിടക്കുക. വിക്രം ഒന്നും മിണ്ടാതെ അവിടെ കട്ടിലിൽ കയറി കിടക്കുകയാണ് കേട്ടോ. വേദയാണെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കിടക്കുന്നുണ്ട്, ഉറങ്ങുമൊന്നുമല്ല. അതേസമയം വിക്രത്തിന് കിടന്നിട്ടാണെങ്കിൽ നല്ല വിശപ്പാണ്. വയറിങ്ങനെ ഒന്ന് തിരുമുന്നു, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, വിശപ്പ് സഹിക്കാനും വയ്യല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ നാശം, അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാമെന്ന് വെച്ചാൽ ഇവളുണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിച്ചാൽ ഇവളിനി വീണ്ടും കളിയാക്കും, വേണ്ട എന്നൊക്കെ പറഞ്ഞ് കിടക്കുക. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴും വേദ നല്ല ഉറക്കമാണ്. അപ്പോൾ വിക്രം വിചാരിക്കുകയാണ് അടുക്കളയിലേക്ക് പോയി അതെടുത്തങ്ങ് കഴിക്കാമെന്ന്. അങ്ങനെ വേദ കാണാതെ പോയി അടുക്കളയിൽ വിളമ്പി വച്ചിരിക്കുന്ന ആ ഭക്ഷണം എടുത്ത് ഒന്നും നോക്കാതെ, നല്ല വിശപ്പുണ്ടേ, ആട്ടി പിടിച്ചങ്ങ് കഴിക്കുക, ചുറ്റുപുറം ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ വേദ ഇറങ്ങി വന്നിട്ട് റൂമിൽ നിന്ന് വന്ന് നോക്കി നിൽക്കുക. വിക്രം ഇങ്ങനെ ആർത്തി പിടിച്ച് താനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷം തോന്നുക വേദയ്ക്ക്. അമ്പടാ വിക്രമാ, നല്ല വിശപ്പുണ്ടായിട്ടും പിടിച്ചു വെച്ചിട്ട് നിൽക്കുന്നില്ലല്ലേ, ഇപ്പം നല്ല രുചിയുണ്ടല്ലോ എൻ്റെ
എൻ്റെ ഭക്ഷണത്തിന് അങ്ങ് നല്ല രുചിക്കാണല്ലോ കഴിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക വേദ. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം വിക്രം ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിടുക. അപ്പോൾ വേദ ചോദിക്കുക, വയറ് നിറഞ്ഞോ? അപ്പം വിശപ്പൊക്കെ മാറിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? നല്ല രുചി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം നേരെ നോക്കുന്നത് വേദയുടെ മുഖത്തേക്കാണ്. എടി നീ ഒന്ന് പോകാവോ? അയ്യോ ഞാൻ പോയേക്കാം, ഒട്ടും വിശപ്പില്ലെന്ന് പറഞ്ഞതല്ലേ. ഇപ്പം ഈ വേദ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രുചി ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാണ്. വിക്രമാണ് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വേദ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര രുചിയോടെ ആസ്വദിച്ച് കഴിക്കുന്നത് വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി അടിപൊളി രസികൻ എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്